ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവുദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. Now we move to other bill, the Kerala Alteration of Name Bill 2026. Shriman Nityanand Rai ji to move a motion for consideration of the Kerala Alteration of Name Bill 2026. केरल राज्य का नाम परिवर्तन करने वाले विधेयक पर लोकसभा द्वारा पारित रूप में विचार किया जाए. സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് 5ാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ KTU സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ 2 സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ 5ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേമാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും.
പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കർക്കടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ നീണ്ടു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5 അംഗ ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യ മന്ത്രി OJ ജനീഷ് മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ VV രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി T. സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.